السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, മുജാഹിദ് പ്രവർത്തകരെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിക്കുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ന് മതപരമായ ഉപദേശങ്ങൾക്കും പ്രസംഗങ്ങൾക്കും യാതൊരു കുറവുമില്ല. ഒരാഴ്ചയിൽ 3-4 ദിവസം നാം പ്രസംഗം കേൾക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ പ്രസംഗങ്ങൾ കേട്ടുപോവുകയല്ല, അത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രസംഗം സംഘടിപ്പിക്കുന്നവരുടെയും കേൾവിക്കാരുടെയും ബാധ്യത. ഇവിടെ മഹാത്ഭുതം ഖുർആൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ളവർ വിശേഷിച്ചും ഇതിന്റെ സംഘാടകരും സഹകാരികളും പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കുകയും ഖുർആനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും വിശുദ്ധ ഖുർആനുമായി ഒരു ആത്മബന്ധം ഈ എക്സിബിഷനിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമല്ല, ഒന്നാമതായി നാം പഠിക്കുക എന്നതാണ് എല്ലാ പരിപാടികളുടെയും മുഖ്യമായ ഉദ്ദേശം. ഞാനിത് പറയാൻ കാരണം, ഇന്ന് പരിപാടികളുടെ ആധിക്യം കാരണം ആളുകളൊക്കെ ഒരു ഹവേലും ഇങ്ങനെ വന്നിരിക്കണ്, കുറെ കഴിഞ്ഞ് എണീറ്റ് പോണ്, കോട്ടാ വീട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി ഇടക്കൊന്ന് കണ്ണിമ്പി. യഥാർത്ഥത്തിൽ ഒരു ഇൽമിന്റെ മജ്ലിസിൽ വിജ്ഞാനത്തിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ എന്റെ ഒരുപാട് ജോലികൾ ഒഴിവാക്കി സുഖകരമായി വീട്ടിൽ കയ്യും കാലും നിവർത്തി കിടക്കുന്നതും കുട്ടികളോടൊപ്പം ഭാര്യയോടൊപ്പം സല്ലപിച്ചിരിക്കുന്നതും ഒഴിവാക്കി ഞാനും എന്റെ കുടുംബവും എന്തിനിവിടെ വന്നു? ഈ സമയം നാളെ പരലോകത്ത് എനിക്ക് പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടണം. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് ശരിയാക്കണം. ഇൽമ് നേടുക എന്നത്
ഇൽമ് കേൾക്കുക എന്നത് അത് പുണ്യമുള്ള കാര്യമാണ്. ആ നിലക്കായിരിക്കണം ഇത്തരം പരിപാടികളെയൊക്കെ നമ്മൾ കാണേണ്ടത്. ആരെയെങ്കിലും തോൽപ്പിക്കാനോ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മുടെ വലിപ്പം കാണിക്കാനോ അല്ലെങ്കിൽ നമുക്കൊക്കെ പരിപാടികളുണ്ട്, ഞങ്ങൾ സജീവരാണ് എന്ന് ബോധ്യപ്പെടുത്താനോ അല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ അത് പഠിക്കലും പഠിപ്പിക്കലും അതുമായി നമ്മെ കൂടുതൽ ബന്ധപ്പെടുത്തലും ഈ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടതുണ്ട്. ഈ മുഖവരിയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. നേർവഴി കാണിക്കുന്ന ഖുർആൻ, അതാണ് എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ നമ്മൾ ജീവിക്കുന്നത് സത്യവും അസത്യവും കൂടിക്കലർന്ന, ന്യായവും അന്യായവും കൂടിക്കലർന്ന ഒരു നാട്ടിലാണ്, ഒരു ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഏതാണ് സത്യം, ഏതാണ് ന്യായം, ഏതാണ് നന്മ, ഏതാണ് തിന്മ, അത് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ആവശ്യമായി വരുന്നു. നന്മയും തിന്മയും നെല്ലും പതിരും പോലെ കൂടിക്കലർന്നൊരു ലോകത്ത് ഇന്നതാണ് നന്മ എന്ന് കൃത്യമായി പറയാൻ ഒരു മനുഷ്യനോ അവന്റെ ബുദ്ധിക്കോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യബുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. കാരണം മനുഷ്യബുദ്ധി പരിമിതമാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, എല്ലാത്തിനും പരിമിതികൾ ഉള്ളതുപോലെ അവന്റെ ബുദ്ധിക്കും ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട്. കാര്യങ്ങളുടെ പുറമേയുള്ള സംഗതികൾ മനസ്സിലാക്കാൻ, ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കാനേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ഓരോ കാര്യത്തിന് പിന്നിലും മറഞ്ഞിരിക്കുന്ന ഒരുപാട് സംഗതികൾ അത് കണ്ടെത്തുവാനോ മനസ്സിലാക്കുവാനോ മനുഷ്യന്റെ ബുദ്ധി പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെക്കുറിച്ച് മനുഷ്യനെക്കാളേറെ അറിയുന്ന എല്ലാ സംഗതികളെയും ആത്യന്തികമായി മനസ്സിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചു തരേണ്ടത്. അവനാണ് നമുക്ക് എമ്പാടും വഴികേടുകൾ നിറഞ്ഞ ലോകത്ത് യഥാർത്ഥ വഴി ഏതാണ്, ശരിയായ വഴി ഏതാണ് എന്ന് പറഞ്ഞു തരേണ്ടത് അല്ലാഹുവാണ്. അതാണ് ഈ വിഷയത്തിൽ ആദ്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. യുദ്ധം നിർബന്ധമാക്കപ്പെട്ടുകൊണ്ട് അവതരിക്കപ്പെട്ട ഖുർആനിക സൂക്തം സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കത് വിഷമകരമാണ്. ഫഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകില്ല, നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് നന്മയായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ കാര്യങ്ങളുടെ പുറംമോടി മാത്രം മനസ്സിലാക്കാനേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നും നന്മയാണെന്ന്, യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമായിരിക്കും. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ദോഷമായി തോന്നും, യഥാർത്ഥത്തിൽ അത് ആത്യന്തികമായി നമുക്ക് നന്മയായിരിക്കും. അതുകൊണ്ട് കാര്യങ്ങളുടെ നന്മ തിന്മകൾ വ്യക്തമായും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യബുദ്ധി അതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ത് വേണം? അല്ലാഹും അവന്റെ റസൂലും നന്മയാണെന്ന് പറഞ്ഞത് നന്മയായി സ്വീകരിക്കുക, തിന്മയാണെന്ന് പറഞ്ഞത് തിന്മയായി മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് അമ്പിയാക്കളെ അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചത്. വേദഗ്രന്ഥങ്ങൾ ഹവ്വയെയും നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങി പോകണം. എന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശനം വന്നു കിട്ടുമ്പോൾ
ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ മാർഗദർശനത്തെ ആര് പിന്തുടർന്നുവോ അവർക്ക് ഭയപ്പാടില്ല, അവർക്ക് വ്യസനിക്കേണ്ടി വരില്ല. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവർ അവർക്കാണ് നരകശിക്ഷയുള്ളത്, അതിലവർ ശാശ്വതരായിരിക്കും. ഇത് ആദം നബിയോടും ഹവ്വായോടും മാത്രമുള്ള ഒരു വാഗ്ദാനമോ താക്കീതോ അല്ല, മറിച്ച് മാനവരാശിയോട് ആകമാനമുള്ളൊരു വാഗ്ദാനവും താക്കീതുമാണ്. നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് എന്റെ അടുക്കൽ നിന്ന് മാർഗദർശനം വന്നു കിട്ടും. ഇതാണ് നേർവഴി, ഇതാണ് തെറ്റായ വഴി എന്ന് നിങ്ങൾക്ക് എക്കാലത്തും നാം അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്റെ മാർഗദർശനത്തെ ആര് പിന്തുടർന്നുവോ അവർക്കാണ് രക്ഷ, അല്ലാത്തവർക്ക് നാശമാണ്, ശിക്ഷയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വാഗ്ദാനം നിറവേറ്റിയിട്ടില്ലേ? തീർച്ചയായും നിറവേറ്റി. മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. 25ഓളം നബിമാരുടെ ചരിത്രമാണ് ഖുർആനിൽ നമുക്ക് ചിലതൊക്കെ ഹ്രസ്വമായും ചിലതൊക്കെ വിശദമായും പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിലും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ലാത്ത അനേകായിരം നബിമാർ ഇവിടെ വന്നുപോയിട്ടുണ്ട്. മിൻഹും മൻ ഖദ് ഖസസ്നാ അലൈക മിൻ ഖബൽ വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. നിനക്ക് നാം പറഞ്ഞു തന്നിട്ടുള്ള, വിവരിച്ചു തന്നിട്ടുള്ള നബിമാരുണ്ട്, ഞാൻ നിനക്ക് വിവരിച്ചു തരാത്ത നബിമാരുമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. 1,00,000-ലധികം നബിമാരുണ്ടെന്നൊരു റിവായത്ത് ഹദീസിൽ കാണാം. അത് അത്ര തള്ളിക്കളയേണ്ട റിവായത്തല്ലെന്നാണ് പല മുഹദ്ദിസുകളുടെയും നിഗമനം. അതുകൊണ്ട് 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മനുഷ്യവാസമുള്ളയിടത്തൊക്കെ മനുഷ്യ ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ വന്നുപോയി. എന്തിനു വേണ്ടി? മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാലാകാലങ്ങളിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നബിമാരെ അയച്ചത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരൊറ്റ സമുദായവും ഇല്ല. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കണം, താഗൂത്തിനെ, പൈശാചിക ശക്തികളെ നിങ്ങൾ പാടവർജിക്കണം എന്ന് നാം അനുശാസനം നൽകിക്കൊണ്ട് എല്ലാ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വലികുല്ലി ഖൗമിൻ ഹാദ്. എല്ലാ ജനവിഭാഗത്തിനും നേർവഴി കാണിക്കുന്നവർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ആദം നബിയിലൂടെ അള്ളാഹു നൽകിയ വാഗ്ദാനം അള്ളാഹു നിറവേറ്റി. ആ പ്രവാചക ശൃംഖലയിൽ അന്തിമ പ്രവാചകനാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു, ഫഇന്നഹു ലാ നബിയ ബഅദി. എനിക്ക് ശേഷം യാതൊരു പ്രവാചകനും ഇനി വരാനില്ല. വഖുതിമ ബിയൻ നബിയൂൻ. എന്നെ കൊണ്ട് പ്രവാചകന്മാരുടെ ശൃംഖല അത് പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. വഅന ഖാതമുൻ നബിയീൻ. ഞാൻ നബിമാരിൽ അന്തിമനാണ്. ആ അന്തിമ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആൻ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അത് മുൻ വേദഗ്രന്ഥങ്ങളെ പോലെയുള്ളൊരു വേദഗ്രന്ഥമല്ല. ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത അത് എല്ലാ ജനങ്ങൾക്കും ഖിയാമം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനത്തിന് ഉതകുന്ന ഗ്രന്ഥമാണ്. നമുക്കറിയാം, പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അള്ളാഹു പറഞ്ഞു, റുസുലം മുബശ്ശിരീന വ മുൻദിരീൻ. പ്രവാചകന്മാർ നാം അയച്ചത് സന്തോഷവാർത്ത, സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ്. സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് നല്ല സൗഖ്യം ലഭിക്കാനിരിക്കുന്നു എന്ന സന്തോഷവാർത്ത, അതിനെ തള്ളിക്കളയുന്നവർക്ക് കഠോരമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ്. ഇത് രണ്ടുമാണ് പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ രണ്ടു വശങ്ങൾ. ഒന്ന് സന്തോഷവാർത്തയും മറ്റൊന്ന് മുന്നറിയിപ്പും താക്കീതും. എന്തിനാണത്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റസൂൽ. മനുഷ്യർക്ക് പ്രവാചകന്മാരെ അയച്ച ശേഷം അല്ലാഹുവിനെതിരിൽ ഒരു ന്യായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവേ, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഏതാണ് സത്യമാർഗം ഏതാണ് ദുർമാർഗമെന്ന്, ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പിഴച്ചു പോയത്. നീ ഞങ്ങൾക്ക് വഴി കാണിക്കാൻ ആരെയും അയച്ചു തന്നില്ലല്ലോ എന്ന്
ആളുകൾക്ക് പറയാൻ ന്യായമില്ലാതിരിക്കാൻ, അല്ലാഹുവിനെതിരിൽ ഒരു ന്യായം ഉന്നയിക്കാൻ അവസരം കിട്ടാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കണ്ടോ നിങ്ങൾ? ആ നബിമാർക്ക് അല്ലാഹു വേദഗ്രന്ഥങ്ങൾ, ഏടുകള് വ്യക്തമായ ആളുകൾക്ക് ഇരുട്ടിൽ അന്ധകാരങ്ങളിൽ വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ടാണ് അയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ആൽ ഇംറാനിലെ 184-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തപ്പോൾ ഫഇൻ കദ്ദബൂക ഫഖദ് കുദിബ റസൂലുൻ മിൻ ഖബ്ലിക്, അവർ നിന്നെ കളവാക്കിയിട്ടുണ്ടെങ്കിൽ ഫഖദ് കുദിബ റസൂലുൻ മിൻ ഖബ്ലിക്, നിന്റെ മുമ്പ് കുറെ ദൂതന്മാർ ഇതുപോലെ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പുതുമയുള്ള കാര്യമല്ല, താങ്കൾക്കതിൽ പരിഭവം തോന്നേണ്ടതില്ല. ജാഊ ബിൽ ബയ്യിനാത്ത് വസ്സുബ്രി വൽ കിതാബിൽ മുനീർ, ആ പ്രവാചകന്മാർ വന്നത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടായിരുന്നു, ഏടുകളുമായിട്ടായിരുന്നു, വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങളുമായിട്ടായിരുന്നു അവർ വന്നിട്ടുള്ളത്. അപ്പൊ പ്രവാചകന്മാർക്കൊപ്പം അള്ളാഹു വേദഗ്രന്ഥങ്ങളെയും ഇറക്കി. എന്തിനു വേണ്ടി? ആളുകൾക്ക് വെളിച്ചം നൽകുന്നതിനു വേണ്ടി. തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ നാം വിശ്വസിക്കുന്നു, അതാത് കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി. ആ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ അവസാനത്തെ പതിപ്പാണ്, ലാസ്റ്റ് എഡിഷനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അത് പരിപൂർണ നിയമസംഹിതയാണ്. ഖിയാമം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുന്ന സാർവകാലികവും സാർവജനീനവുമായ, എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തേക്കും പറ്റിയ ഒരു സമ്പൂർണ്ണ നിയമസംഹിതയായിട്ടാണ് ഖുർആൻ വന്നിട്ടുള്ളത്. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലുമൊക്കെയുള്ള പല നിയമങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും വിധികളും വിശുദ്ധ ഖുർആൻ ദുർബലപ്പെടുത്തുകയും സുസ്ഥിരമായ, എല്ലാ കാലത്തേക്കുമുള്ള സ്ഥിരമായ നിയമസംഹിതകൾ അവസാനത്തെ ശരീഅത്ത് ഖുർആൻ കൊണ്ടുവരികയും ചെയ്തു. ആ വിശുദ്ധ ഖുർആനിന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി, മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, അതിന്റെ മുമ്പിലുള്ള അഥവാ മുമ്പ് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ ശരിവെക്കുന്നതും സത്യപ്പെടുത്തുന്നതുമായ ഗ്രന്ഥമാണത്, തള്ളിപ്പറയുന്ന ഗ്രന്ഥമല്ല. തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ തന്നെയാണ്. പക്ഷെ അവ ശാശ്വതമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനങ്ങളല്ല. വിശുദ്ധ ഖുർആൻ വന്നതോടെ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നവരൊക്കെ ഖുർആൻ വിശ്വസിക്കാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായി എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ നിലക്ക് ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ ഗ്രന്ഥം നമ്മുടെ ഒരു സ്വകാര്യ സ്വത്തല്ല. പലരും പറയാറുള്ളത് ഹിന്ദുക്കൾക്ക് ഗീതയുള്ളതുപോലെ, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്കുണ്ടൊരു ഖുർആൻ. അങ്ങനെയാണ് അല്ല. ഖുർആൻ ലോകത്തിന്റെ വേദഗ്രന്ഥമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കാകമാനം വഴി കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ലോക ഗുരുവാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, ലോകർക്ക് മുഴുവനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടല്ലാതെ ഞാൻ നിന്നെ നിയോഗിച്ചിട്ടില്ല. പക്ഷെ അധികം ആളുകളും ആ യാഥാർത്ഥ്യം അറിയുന്നില്ല. സൂറത്ത് സബയിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. അപ്പൊ ലോകർക്കാകമാനം വഴി കാണിക്കുവാനുള്ള പ്രവാചകനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥവും അങ്ങനെ തന്നെയാണ്. മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിങ്ങളെയെന്നോ അറബികളെയെന്നോ അറേബ്യയിൽ ജീവിക്കുന്നവരെയെന്നോ പ്രത്യേക വിഭാഗക്കാരെയെന്നോ ഗോത്രക്കാരെയെന്നോ പ്രത്യേക കാലക്കാരെയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ഫുർഖാൻ, വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് അൽ ഫുർഖാൻ എന്നാണ്. എന്താണ് ഫുർഖാൻ? നേരത്തെ അബ്ദുൽ ലത്തീഫ് സലീമിയുടെ പറയണ്ടായി, അല്ലദീ യുഫർരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന വിവേചക ഗ്രന്ഥം. ഏതാണ് ന്യായം ഏതാണ് അന്യായം എന്നതിന് നമുക്ക് വേർതിരിക്കാനുള്ള മാനദണ്ഡം, അളവുകോൽ അത് വിശുദ്ധ ഖുർആനാണ്. മുഴുവൻ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള സുസ്ഥിരമായ മാനദണ്ഡങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു. ഖുർആനെ കുറിച്ച് ഫുർഖാനുൽ അലീം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. ഈ അൽ ഫുർഖാൻ എന്ന ഈ ഗ്രന്ഥം, സത്യാസത്യ വിവേചന ഗ്രന്ഥം ഇറക്കിയ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്. അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേൽ അഥവാ മുഹമ്മദ് നബിയുടെ മേൽ ഇറക്കി.
എന്തിന്? ലിയകൂന, അദ്ദേഹം ആയിരിക്കുന്നതിനു വേണ്ടി, ലിൽ ആലമീന നദീറ, ലോകർക്ക് മുഴുവനും മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നതിനു വേണ്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം ലോകർക്ക് മുഴുവനും വെളിച്ചം കാണിക്കാനാണ്. നമുക്ക് കാണാൻ സാധിക്കും, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഈ ഗ്രന്ഥം, ഇതിനെ നാം അവതരിപ്പിച്ചത് മുഹമ്മദ് നബിയെ, താങ്കൾ മനുഷ്യരെ ആകമാനം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതായത് അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം സ്തുത്യർഹനും അജയ്യനുമായ റബ്ബിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ മനുഷ്യർക്കാകമാനമുള്ള ഗ്രന്ഥമാണിത്. ഇവിടുത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മഹത്തായ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ അമുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ തത്വം, ഇസ്ലാമിന്റെ തത്വം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിൽ നാം കാണിക്കുന്ന അമാന്തം അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. നമ്മുടെ എക്സിബിഷൻ കൊണ്ട് നാം പ്രധാനമായും ലക്ഷ്യമാക്കേണ്ടത്, ഖുർആനിനെ കുറിച്ച് തീരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു അമുസ്ലിം, അയാളെ കൊണ്ടുവന്ന് കാണിക്കും, ഇങ്ങനൊരു ഗ്രന്ഥമുണ്ട്, ഇത് ഞങ്ങളെ സ്വകാര്യ സ്വത്തൊന്നല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ള, ലോകത്തിന്റെ സിട്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, നമുക്ക് നേർവഴി കാണിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ളതാണ്. ഇത് നിങ്ങളെ കേൾപ്പിക്കൽ, നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരൽ ഞങ്ങളെ ബാധ്യതയായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വരണം, കേൾക്കണം, പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ലാ ഇക്റാഹ ഫദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിർബന്ധം ചെലുത്തല്ല, ബലാത്കാരമില്ല. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന് നാളെ ചോദിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണം, ഉണ്ട്, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ ഈ എക്സിബിഷൻ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തിരിച്ചു പോയാൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അമുസ്ലിം സുഹൃത്തുക്കളെ എങ്ങനെ ഇവിടെ എത്തിക്കും? നിങ്ങൾ അവരോട് പറയണം, ഇന്ന ദിവസം നമുക്ക് പോകാം, വാഹനം ഏർപ്പാട് ചെയ്യാം, നിങ്ങളെന്ന് മറ്റ് ജോലികൾ ഒഴിവാക്കണം. നിങ്ങളുടെ ഈ ലോകത്തും നിങ്ങളുടെ ഈ ലോകത്തിന് അപ്പുറമുള്ള ലോകത്തും നിങ്ങൾക്ക് നന്മക്ക് വേണ്ടിയുള്ള ഒരു ദിവസം അതൊന്ന് മാറ്റിവെക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത് കാണിച്ച് അവർക്ക് വേണമെങ്കിൽ ഖുർആനിന്റെ പരിഭാഷ കൊടുത്ത്, ഖുർആനിക സന്ദേശങ്ങളുടെ ലഘുലേഖകൾ കൊടുത്ത്, അങ്ങനെ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചു വന്ന ഒരു ചാരിതാർത്ഥ്യം നിങ്ങൾക്കുണ്ടാകണം. തർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ബഹളങ്ങൾക്കും ഒക്കെ ഇടയിൽ നാം നമ്മുടെ ദഅവത്താകുന്ന ദൗത്യം അത് മറന്നുപോയിക്കൂടാ. അത് മറഞ്ഞു പോകാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾ വലിച്ചിട്ട് ഒരു വലിയ ദഅവത്ത് ഈ പ്രസ്ഥാനത്തെ അങ്ങ് ഇല്ലാതാക്കി കളയുക. അതാണല്ലോ പിശാച് ആഗ്രഹിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്ത് അതിവിടെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിൽ അലോസരമുണ്ടാകുന്നത് പിശാചിനാണ്. അവനത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് തലപ്പത്തുള്ളവന്റെ മണ്ടയിൽ കയറിയിരുന്നിട്ട് താഴേക്ക് ഇത് നിർത്താൻ വേണ്ടി കളിപ്പിക്കും. സമ്മേളനം കഴിഞ്ഞിറങ്ങിയ സർക്കുലർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇനി മുതൽ മേലെന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ചല്ലാതെ ഒരു ഘടകവും ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല. ആരെ വിളിക്കണമെന്ന് ഞങ്ങൾ ലിസ്റ്റ് തരും, അവരെ മാത്രമേ വിളിക്കാവൂ. ഇങ്ങനെ ഒരു പ്രത്യേക കോക്കസ് കേരളത്തിലെ ദഅവത്ത് രംഗം പിടിച്ചടക്കി അവരെ താല്പര്യത്തിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് പിശാചിനെ മാത്രമാണ് സന്തോഷിപ്പിക്കുക. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടവരല്ല നാം, അതിന് നിന്നുകൊടുക്കേണ്ടവരല്ല നാം. ആർക്കെങ്കിലും വേണ്ടി ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനല്ല നാം ഈ ദഅവത്ത് രംഗത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ എക്സിബിഷൻ അവരെ കൊണ്ടുവന്ന് കാണിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പേരുകൾ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് ഫുർഖാൻ, മറ്റൊന്ന് ഹുദ. ഹുദ എന്ന് പറഞ്ഞാൽ നേർമാർഗം, മാർഗദർശനം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഹുദയാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർക്ക് ഈ ഗ്രന്ഥം മാർഗദർശനമാണ്. ഏതാണ് നേർവഴിയെന്ന് അയാൾക്ക് ഈ ഗ്രന്ഥം കാണിച്ചു കൊടുക്കും. കണ്ടോ, അതിൽ യാതൊരു സംശയവുമില്ലാത്ത ഗ്രന്ഥമാണ്. കാര്യങ്ങൾ പ്രസ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞു, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീല മിൻ ഖബ്ലു ഹുദൽ ലിന്നാസ് വഅൻസലൽ ഫുർഖാൻ. ഈ ഗ്രന്ഥത്തെ നിനക്ക് നാം അല്ലാഹു നിന്റെ മേൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബിൽ ഹഖ്, സത്യസമേതം. ഖുർആൻ മുഴുവനും സത്യമാണ്. ലാ യഅതിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ ഒരസത്യവും അതിലേക്ക് കടന്നു വരികയില്ല. സമ്പൂർണ്ണ സത്യമാകുന്നു വിശുദ്ധ ഖുർആൻ. ഒരസത്യവും അതാണ് ഖുർആന്റെ പ്രത്യേകത. അതിന്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ അത് സത്യപ്പെടുത്തുന്നു. ആ തൗറാത്തും ഇഞ്ചീലും ഇറക്കിയതും ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗമായിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു. വാൻസലൽ ഫുർഖാൻ, അവസാനത്തെ ഗ്രന്ഥമായ അൽ ഫുർഖാൻ അല്ലാഹു അവതരിപ്പിക്കുകയുണ്ടായി. റമളാനിനെ കുറിച്ച് പറയുന്നിടത്ത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. എന്നിട്ട് ഖുർആനെ പരിചയപ്പെടുത്തിയ ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക്, മനുഷ്യർക്ക് നേർമാർഗമാകുന്നു. അത് വബയ്യിനാത്തിൻ, വ്യക്തമായ തെളിവുകളുമാകുന്നു. മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്നു ഖുർആൻ. നേരത്തെ ഇവിടെ ലത്തീഫ് സ്വല്ലം ഓതി വെച്ച ആയത്തിൽ പറഞ്ഞില്ലേ, അത് മൗഇളത്താണ്, സതുപദേശമാണ്. ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും. കണ്ടോ, നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് സതുപദേശം വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരോടാണ്. ഖുർആൻ ബയാനാണ്, വിവരണമാണ്. ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇളത്തുൽ ലിൽ മുത്തഖീൻ. ഇത് മനുഷ്യർക്കുള്ള വിവരണമാകുന്നു. വഹുദൻ, സന്മാർഗമാകുന്നു, മാർഗദർശനമാകുന്നു. വമൗഇളത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സതുപദേശമാകുന്നു. അതുപോലെ തന്നെ ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ മറ്റൊരു വാക്ക് അത് നൂറാണ്. നൂറെന്ന് പറഞ്ഞാൽ പ്രകാശം, വെളിച്ചം. കിതാബും മുബീൻ, കാര്യങ്ങൾ പ്രസ്പഷ്ടമാക്കുന്ന, അവ്യക്തതകളില്ലാത്ത, വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥമാകുന്നു. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശവും വ്യക്തമാക്കുന്ന ഗ്രന്ഥവും ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. ആ ഗ്രന്ഥം മുഖേന അല്ലാഹു വഴി ചേർക്കുന്നു അവന്റെ പൊരുത്തത്തെ പിൻപറ്റിയവരെ സുബുലസ്സലാം, രക്ഷയുടെ വഴികളിലേക്ക്. അള്ളാഹുവിന്റെ തൃപ്തിയെ പിന്തുടരുന്ന ആളുകളെ അള്ളാഹു വിശുദ്ധ ഖുർആൻ മുഖേന സുബുലുസ്സലാം, രക്ഷയുടെ വഴികളിലേക്ക് ചേർക്കുന്നു. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി. കണ്ടോ, അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് അള്ളാഹു അവന്റെ അനുമതി പ്രകാരം അവരെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. വയഹ്ദീഹിം ഇലാ സിറാത്തും മുസ്തഖീം. സിറാത്തും മുസ്തഖീം, ചൊവ്വായ, വക്രതയില്ലാത്ത, വളവില്ലാത്ത നേരായ മാർഗത്തിലേക്ക് അത് നിങ്ങളെ നയിക്കുന്നു. നമ്മളൊക്കെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഏറ്റവും ചൊവ്വായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത മാർഗത്തിൽ ചേർക്കണേ. ആ മാർഗം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലാണുള്ളത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനം. ഇതാകുന്നു എന്റെ വഴി, എന്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാ. കണ്ടോ, ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു വഴികൾ നിങ്ങൾ പിന്തുടർന്നാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് അത് നിങ്ങളെ ചിത്രിപ്പിച്ചു കളയും, തെറ്റിച്ചു കളയും. ദാലികും വസ്വാകും ബിഹി, അതാകുന്നു നിങ്ങളോട് തരാനുള്ള ധർമ്മോപദേശം, വസിയ്യത്ത് അതാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നതിനു വേണ്ടി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചത് ഒരു വര വരഞ്ഞുകൊണ്ടാണ്. ഒരു നേർരേഖ ഇങ്ങനെ വരഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം. പിന്നെ താഴോട്ട് ചില ചെറിയ വരകൾ, മേലോട്ടും ചില ചെറിയ വരകൾ, എന്നിട്ട് പറഞ്ഞു ഈ ഒറ്റ വഴി ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം. മറ്റുള്ളതെല്ലാം പിശാചിന്റെ വഴികളാണ്.
ഓരോ വഴികളിലും ഓരോ പിശാച് കുത്തിയിരിക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്ന നിങ്ങളെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പിശാചുക്കൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും വഴിതെറ്റിക്കാൻ. കണ്ടോ, നമ്മളേറെ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണത്. നമ്മോടൊപ്പം തന്നെ ഒരു ഖരീൻ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മെ സദാ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ജാഗരൂകനായി തക്കം പാർത്ത് സന്ദർഭം മുതലെടുക്കാൻ നോക്കിയിരിക്കുന്ന ഒരു പിശാച് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ, നമ്മുടെ ദൗർബല്യങ്ങളെ നമുക്കെതിരായി ഉപയോഗപ്പെടുത്താൻ അവൻ സിറാത്തുൽ മുസ്തഖീമിൽ പോകുന്നവർക്കെതിരിൽ പ്രവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച് പുറത്താക്കിയപ്പോ പിശാച് അല്ലാഹുവിനോട് നടത്തിയ വെല്ലുവിളി എന്താ? ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. കണ്ടോ, സിറാത്തുൽ മുസ്തഖീമിൽ ശൈത്താൻ കുത്തിയിരിക്കും. എന്തിനു വേണ്ടി? സുമ്മലഅതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം, അവരെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ സമീപിക്കും. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരെ വലഭാഗത്തുകൂടെയും ഇടഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കും. സുമ്മലാ തജിദു അക്തറഹും ശാകിരീൻ, അവരിൽ അധികം ആളുകളെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. അപ്പൊ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലുമായി സദാസമയവും നമ്മളെ വഴിതെറ്റിക്കാൻ ദത്തശ്രദ്ധനായ പിശാച് സർവസന്നാഹങ്ങളോടും കൂടി കാത്തു നിൽക്കുകയാണ്. വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് മൗലവിയും ഏത് ആചാര്യരും ഏത് പണ്ഡിതനും വഴിതെറ്റിപ്പോകും. ആരും വഴിതെറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അള്ളാഹുവിടേക്ക് അയച്ചത്. ആ മരത്തിന്റെ കനി തിന്നേണ്ടി വന്നത് വേറെ ഒന്നും കിട്ടാതെ വയറ് വിശന്ന് ഇനി എന്താ ചെയ്യാ, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് തിന്നതാണോ? അല്ല. തിന്നാനും കുടിക്കാനും ഒരു പഞ്ഞവുമില്ല. അവിടെ സ്വർഗമാണ്. ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്. ഇഷ്ടമുള്ളത് തിന്നാം. പക്ഷേ അവിടെ പിശാച് സ്വീകരിച്ച തന്ത്രം എന്തായിരുന്നു? ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ആദമേ, ഈ സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ കനി തിന്നാ പിന്നെ മരണല്ല, നിത്യജീവനാണ്. അങ്ങനത്തെ ഒരു മരം മാത്രല്ല, അത് തിന്നു കഴിഞ്ഞാ പിന്നെ ഈ സ്വർഗത്തിൽ ആധിപത്യം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പിന്നെ അള്ളാഹ്ക്ക് കഴിയില്ല. നിങ്ങളോട് തിന്നണ്ടെന്ന് പറഞ്ഞ എന്താറിയോ? നിങ്ങളെങ്ങാനും അത് തിന്നുപോയാ പിന്നെ നിങ്ങൾക്ക് മരണം ഉണ്ടാവൂല. പിന്നെ നിങ്ങൾ ഈ സ്വർഗത്തുനിന്ന് പുറത്താക്കാനും കഴിയില്ല. അപ്പൊ ഈ സുഖ സൗകര്യങ്ങളുടെ പറുദീസയിൽ നിങ്ങൾക്ക് ഇതിന്റെ ആധിപത്യം നിങ്ങൾക്ക് മാത്രമായി എന്നുവന്നിവിടെ നിലനിന്നൂടെ? അതുകൊണ്ടായി തിന്നോളൂ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. കണ്ടോ, ഇഷ്ടം പോലെ തിന്നും കുടിക്കും ചെയ്തോ എന്ന് ആദമിനോട് അവയോട് പറഞ്ഞിട്ട് ഒരൊറ്റ നിർദ്ദേശം, വലാ തഖ്റബാ ഹാദി ശജറത, ഈ മരത്തെ മാത്രങ്ങൾ സമീപിക്കുക, അതിന്റെ കാര്യം തിന്നരുത്. കണ്ടോ പറ്റിച്ചത്? കണ്ടോ, അധികാരം പറഞ്ഞു, ആധിപത്യം പറഞ്ഞു, സുഖസൗകര്യം പറഞ്ഞു, മരിക്കാത്ത ജീവിതം പറഞ്ഞു, പ്രലോഭിപ്പിച്ചു. ഇങ്ങനെ എന്തെല്ലാം പ്രലോഭനങ്ങളിലാണ് ആളുകൾ വീടുപോകുന്നത്. പരലോകം മറന്നുപോകുന്നു ആളുകൾ. സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട്, സുഖ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട്, സമ്പത്തും സംവിധാനങ്ങളും നിന്റെ കയ്യിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളുകളെ പിശാച് വഴിതെറ്റിക്കും. പലതും പലതും പറഞ്ഞ് വഴിതെറ്റിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന സിറാത്തുൽ മുസ്തഖീം, അതിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാലം മുന്നോട്ട് പോകുന്തോറും ലാ യഅതി യൗമുൻ ഇല്ലാ വബഅദഹു ശർറുൻ മിൻഹു, ഓരോ ദിവസവും വരുന്നില്ല അതിന്റെ ശേഷമുള്ളത് അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. ഇന്നത്തെക്കാൾ മോശം നാളെ, നാളത്തെക്കാൾ മോശം മറ്റന്നാൾ, ഇങ്ങനെ ലോകം ദുഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വാഭാവികമായും മതത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് വഹയിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ദീർഘദർശനമുണ്ട്. അതെന്താ? ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു. യഅതി അലന്നാസി സമാൻ അസ്സാബിറു അലാ ദീനിഹി ഖൽ ഖാബിൽ അലൽ ജംരി, മതത്തിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. തീക്കനൽ ഉള്ളം കയ്യിൽ മുറുക്കി പിടിക്കാൻ സാധിക്കോ നമുക്ക്? അറിയാതെ വിട്ടുപോകും. അതുപോലെയായിരിക്കും മതത്തിൽ ക്ഷമിച്ചു നിൽക്കുന്നവന്റെ അവസ്ഥ. മതത്തിൽ നിന്നും മതതത്വങ്ങളിൽ നിന്നും
സമ്മർദ്ദങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും പാത്രമായി അറിയാതെ തെറിച്ചു പോകുന്ന ഒരു കാലം അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നാം വളരെ ത്യാഗപൂർവമായ പരിശ്രമങ്ങൾ നടത്തുക തന്നെ വേണം. ഈ വിശുദ്ധ ഖുർആൻ എന്തിനാണോ അവതരിപ്പിച്ചത്? അത് നമ്മെ നേർവഴിക്ക് നയിക്കാനാണ്. ഖുർആൻ പറഞ്ഞിടത്തു നാം നിൽക്കണം. ഒരു കാര്യം ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹദീസിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, മാറാൻ പാടില്ല. ഖുർആൻ ഹറാമാക്കിയത് ഖിയാമം പറയും ഹറാമാണ്, ഖുർആൻ ഹലാലാക്കിയത് ഖിയാമം പറയും ഹലാലാണ്. ഈ ഖുർആൻ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മറ്റു പല മതങ്ങളിലും പണ്ഡിതന്മാര് മാത്രം പഠിച്ചാൽ മതി. ഇസ്ലാം അങ്ങനെയല്ല, എല്ലാവരും പഠിക്കണം. എല്ലാവർക്കുമാകുന്നു ഈ ഗ്രന്ഥം. അതുകൊണ്ട് എല്ലാവരും പഠിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. ഖുർആൻ ഇറക്കിയിട്ടുള്ളത് തന്നെ നാം ചിന്തിക്കാനും ആലോചിക്കുവാനുമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് അതിന്റേതായ ചില കൂട്ടുകളുണ്ടോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. ഈ ഗ്രന്ഥം അതിനെ നാം നിനക്കിറക്കിയിരിക്കുന്നു. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, അനുഗ്രഹം നിറഞ്ഞ, അല്ലാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ ഗ്രന്ഥമാണിത്. ലിയദ്ദബ്ബറൂ ആയാതിഹി. അതിന്റെ ആയത്തുകളെ അവർ ഉറ്റാലോചിക്കുന്നതിനു വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നതിനു വേണ്ടിയും. ചിന്തിച്ചു പഠിച്ച് മനസ്സിലാക്കിയാലേ ഖുർആൻ കൊണ്ടുള്ള മാർഗദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരുപാട് ഖുർആൻ പഠിച്ച മനുഷ്യന്മാർ പഴച്ചു പോയിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? ഖുർആൻ വെറും അക്കാദമിക് താല്പര്യത്തോടെ പഠിക്കല്ല വേണ്ടത്. 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് ജീവിതത്തിൽ പകർത്തുന്നതിനെ പറ്റി ആലോചിക്കേണ്ടത്. ഖുത്ബയിലൊരായത്ത് കേട്ടു, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരായത്തും ഒരാശയവും. ഇത് ഇയാളെ വിടാൻ പറ്റൂല്ലോ, ഇയാളോരോ പുതിയത് കൊണ്ടുവരണേ, ഇന്ന് ഖുത്ബ കഴിയട്ടെ. ഇവിടെ ഞങ്ങൾ ഏത് കിതാബിലാണ് നിങ്ങളിങ്ങനെ പുതിയത്? ഞാൻ ഇവിടെ 25 കൊല്ലം ഖുത്ബ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതാ നമ്മളെ ആളുകളുടെ സ്വഭാവം. പുതിയതൊന്നും കേട്ടൂടാ. നമ്മളെ മിമ്പർമ ഇതുവരെ പറയാത്ത പറയേ. ആ രൂപത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു നമ്മെ ഉയർത്തണമെങ്കിൽ വിനയത്തോടുകൂടി ഖുർആനിന്റെ തത്വങ്ങൾ പഠിക്കാൻ നാം സന്മനസ്സു കാണിക്കണം. നമ്മുടെ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പലയിടത്തും ശുഷ്കിച്ചു വരിക. വളരെ പറഞ്ഞ് ആലോചിച്ചുണ്ടാക്കി. തുടക്കത്തിൽ 35 ആള്, അടുത്ത ക്ലാസ്സിൽ 33, പിന്നെ 28, പിന്നെ 25, പിന്നെ 20, 15, 8, 7, 3. അവസാനം ക്ലാസ് എടുക്കണോ തന്നെ ബൾബ് ഇട്ട് ഓൻ തന്നെ മേശ പിടിച്ചിട്ട് ഓൻ തന്നെ ബോർഡും എഴുതി. ഇനിയിപ്പോ എത്താപ്പ ഞാനായിട്ട് നടത്തണേ, അസ്സലാമു അലൈക്കും, അത് കഴിഞ്ഞു അല്ലേ? എന്താ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് പുണ്യമല്ലേ? അതിന്റെ ഒരു ആയത്ത് വെറുതെ വായിച്ചാൽ കൂലി കിട്ടുന്ന വേറെ ഏത് ഗ്രന്ഥാണുള്ളത്? വെറുതെ വായിച്ചാൽ, നല്ല നിയ്യത്തോടു കൂടി വായിച്ചാൽ, അർത്ഥം അറിയില്ലെങ്കിൽ പോലും പുണ്യമാണ്. അതും എത്ര പുണ്യം! മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു അലാ അശ്രി അംസാലിഹാ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ഒരു അക്ഷരം നിങ്ങൾ പാരായണം ചെയ്താൽ അതിനൊരു നന്മയുണ്ട്. ആ നന്മക്ക് 10 ഇരട്ടിയുണ്ട്. അതാണ് എല്ലാ നന്മക്കും 10 ഇരട്ടിന്റെ ഖുർആന്റെ ഓഫറാ. റമളാനിലെ സ്പെഷ്യൽ ഓഫർ അല്ല, 300 ദിവസമുള്ള ഓഫറാ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്രു അംസാലിഹാ. ഒരു നന്മ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ 10 ഇരട്ടി അല്ലാഹു കൂലി കൊടുക്കുന്നതിൽ ഒരു പിശുക്കില്ലാത്തവനാ അല്ലാഹു. അപ്പൊ ഒരു അക്ഷരം ഓതിയാൽ 10 പുണ്യം. കണ്ടോ? അപ്പൊ ഒരു വരി ഖുർആൻ എടുത്ത് നോക്കിയാൽ അത് 25 അക്ഷരം ഉണ്ടെങ്കിൽ 25 × 10 2500 ആയില്ലേ? അപ്പൊ ഒരു പേജ് ഓതിയ 10 17 വരി, 17 × 2500 എത്ര പുണ്യമായി! വേറെ ഏത് ഗ്രന്ഥാ കൂട്ടരുള്ളത് അല്ലേ? മൊബൈലിൽ ഇങ്ങനെ ഹിന്ദിപ്പാട്ട് ഇട്ടിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ കേട്ട് പോവുക. ഖുർആൻ കേൾക്കുന്നത് പുണ്യാണ്. നമ്മുടെ മൊബൈലിൽ ഖുർആൻ കയറ്റിയിട്ട് അത് കേട്ടൂടെ? ഖുർആൻ വായിക്കാൻ നമുക്കിന്ന് മൊബൈലില് അല്ലേ? വായിച്ചൂടെ? അപ്പൊ ഒരുപാട് ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അത് നാം ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആൻ നാം പഠിക്കാൻ തയ്യാറാകണം. അപ്പോഴേ ഖുർആൻ കൊണ്ട് അള്ളാഹു നമ്മെ ഉയർത്തുകയുള്ളൂ.
സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ പ്രകൃതം അഥവാ മനുഷ്യന്റെ പ്രകൃതം നന്മയിലേക്കും തിന്മയിലേക്കും പോകാൻ പറ്റിയ പാകത്തിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. മലക്കുകളെ പോലെ നന്മ മാത്രം ചെയ്യുന്നവരല്ല മനുഷ്യരും ജിന്നുകളും. അവരുടെ പ്രകൃതം നന്മയിലേക്കും പോകാൻ പറ്റും, തിന്മയിലേക്കും പോകാൻ പറ്റും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തീനി വസൈത്തു നമ്മൾക്ക് പഠിച്ചിട്ടില്ലേ? അത്തിമരത്തെ തന്നെ സത്യം, ജയ്ത്തൂനെ തന്നെ സത്യം, തൂരിസീനാപുറത്തെ തന്നെ സത്യം, മക്കയെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടോ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ്. മനുഷ്യ ശരീരത്തിന്റെ ഘടന ഏറ്റവും ഉത്തമമാണ്. പക്ഷേ സുമ്മറദനാഹു അസ്ഫല സാഫിലീൻ, അവനെ നാം അധപ്പതിച്ചവരിൽ ഏറ്റവും അധപ്പതിച്ചവനാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ രണ്ട് ഭാവങ്ങളാണത്. മനുഷ്യൻ ഉയരുകയാണെങ്കിൽ ഉയർന്നുയർന്ന് മലക്കിനെ പോലെ ഉയരാൻ കഴിയും. അധപ്പതിക്കുകയാണെങ്കിൽ മൃഗത്തെ പോലെ അധപ്പതിക്കാനും കഴിയും. ഇന്ന് പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ നോക്ക്, 5 വയസ്സുകാരി ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. 4 വയസ്സുകാരി കുട്ടി എല്ലാ ദിവസവും പത്രത്തിൽ പതാ. മനുഷ്യൻ മൃഗത്തെക്കാളേറെ അധപ്പതിച്ചില്ലേ? ഒരു മൃഗം ലൈംഗിക വൃത്തിക്ക് പാകമായ ഒരു മൃഗത്തെ ഉപയോഗിക്കുള്ളൂ. ഇന്ന് അതല്ല ചെയ്യുന്നത്. മൃഗത്തെക്കാളേറെ അധപ്പതിക്കുന്ന മനുഷ്യൻ. അത് സുമർദ്ദനാഹു അസ്ഫല സാഫിലീൻ. അതിന് രക്ഷപ്പെടാൻ എന്താ? ഇല്ലല്ലദീനാമനു വഅമിലു സ്വാലിഹാത്ത്, ശരിയായ വിശ്വാസവും ശരിയായ സൽക്കർമ്മങ്ങളും ചെയ്യണം. അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആനാണ്. ശരിയായ വിശ്വാസം, ശരിയായ കർമ്മങ്ങൾ, അതിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ അല്ലാഹു വഴി കാണിച്ചിരിക്കുന്നു. ഒന്നുകിൽ നന്ദിയുള്ളവന്റെ വഴി, അല്ലെങ്കിൽ നന്ദി കെട്ടവന്റെ വഴി. 2 വഴിയിലേക്കും പോകാൻ പറ്റുന്ന പാകത്തിലാണ് അല്ലാഹു നമ്മെ പടച്ചിട്ടുള്ളത്. നാം ജീവിക്കുന്ന ലോകവും അങ്ങനെ തന്നെയാണ്. നന്മയും തിന്മയും കൂടിക്കലർന്നു നിൽക്കുന്ന ലോകമാണ്. ഇവിടെ നമുക്ക് നന്മയിലേക്കുള്ള ശക്തമായ ഒരു പ്രേരണ ആവശ്യമുണ്ട്. നമ്മോടൊപ്പം അല്ലാഹു ഒരു പിശാചിനെയും ഒരു മലക്കിനെയും കരീനകളായി നിശ്ചയിച്ചിട്ടുണ്ട്. ജനിച്ചു വീഴുമ്പോൾ മുതൽ മരിച്ചു പിരിയുന്നതുവരെ രണ്ടും നമ്മുടെ കൂടെയുണ്ട്. നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മലക്കും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചും. ഇതിനിടയിൽ നാം നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ വളരെ അങ്ങേയറ്റത്തെ പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അതിന് നമുക്കുള്ള പ്രചോദനം വിശുദ്ധ ഖുർആനായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്ന ഹുദ, നേർമാർഗം, അത് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, ഓതുകയും പരസ്പരം ചർച്ച ചെയ്യുകയും വേണം. ഇന്ന് നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർആൻ പഠനം പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മരിച്ചോന്റെ തലക്കുമ്പുറത്തിരുന്ന് ഓതാൻ, കബറും പുറത്ത് കത്തപ്പുര കെട്ടി ചാപ്പുര കെട്ടി ഓതാൻ, അല്ലെങ്കിൽ ഐക്കല്ലും മേലസുമാക്കി ഉറുക്കു മേലസുമാക്കി കെട്ടാൻ, ഇതിനൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പണ്ഡിതന്മാർ കൂലിക്ക് വീട്ടിൽ വന്ന് ഓതും. കന്നിയിലും മകരത്തിലും കൊയ്ത്ത് കാലത്ത് നെല്ലോ അരിയോ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽ നിന്നും ഖുർആൻ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. അതെല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു നമ്മെ വിചാരണ ചെയ്യുന്നത് എന്ന് വളരെ ശക്തിയായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പഠന സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അക്കാദമിക താല്പര്യത്തോടെ ഖുർആൻ പഠിക്കുന്ന കുറെ ആളുകളുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരും അതുപോലെ തന്നെ ഭൗതികമായ വിദ്യാഭ്യാസം നേടി മതപരമായ വിദ്യാഭ്യാസം നേടാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത പൊതുജനങ്ങൾ, കച്ചവടക്കാര്, കൃഷിക്കാര്, തൊഴിലാളികൾ, പലരും പല ജോലിയിൽ ഏർപ്പെടുന്നവരും ഖുർആൻ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കാണുന്ന ഒരവസ്ഥ, 10 കൊല്ലം ഖുർആൻ പഠിച്ചിട്ടും പലിശക്കാരൻ തന്നെ, കൈക്കൂലിക്കാരൻ തന്നെ. എന്താ കാരണം? അവിടെ അക്കാദമിക് താല്പര്യം അവർക്കുള്ളൂ. ഞാൻ ഇത്ര സൂറത്ത് പഠിച്ചിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ ഖുർആൻ ക്ലാസ് എടുക്കാൻ പഠിച്ചിട്ടുണ്ട്, എന്നതിൽ എനിക്കാണ് ഫസ്റ്റ് റാങ്ക്, കഴിഞ്ഞ കൊല്ലത്തെ സംഗമത്തിൽ ഞാനാണ് A+ കിട്ടിയാള് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്കല്ലാതെ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അവിടേക്കാണ് നാം സമുദായത്തെ ഇനി നയിക്കേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നിടത്തേക്ക് നാം ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ അവർ കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ് എന്നതായിരുന്നു അവരുടെ ചിന്ത.
വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും അതിന്റെ പ്രാക്ടിക്കൽ രൂപം, പ്രായോഗിക രൂപം, അതിന്റെ ജീവിതസ്പർശിയായ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നാണ്. 23 കൊല്ലത്തെ അവിടുത്തെ സംഭവ ബഹുലമായ ജീവിതം 6200-ലധികം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിശദീകരണമായിരുന്നു. അതുകൊണ്ട് പ്രവാചക സുന്നത്തും ഖുർആനും പരസ്പര പൂരകങ്ങളാണ്. അത് ചേർത്തു പഠിക്കേണ്ടതുണ്ട്. ഹദീസിന്റെ ഒരു കഷ്ടം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കാൻ നിന്നാൽ അവന് ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സല ഇലൈഹിം. ഈ ഉത്ബോധന ഗ്രന്ഥത്തെ നാം നിനക്കിറക്കി തന്നത് നീ അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും ചില തത്വങ്ങൾ, ചില ഉസൂലുകൾ പൂർവിക തലമുറ മുതൽക്ക്, സഹാബത്തിന്റെ കാലം മുതൽക്ക് പാലിച്ചു പോന്നിട്ടുണ്ട്. അതൊന്നെന്താണ്? ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകുക, പല സ്ഥലത്തായി ചെതറിക്കിടക്കുകയാണ്. അത് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കണം. പിന്നെ ഖുർആനിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. പിന്നെ ഖുർആനിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം. പിന്നീട് സഹാബത്തും ദീന് പഠിച്ചിട്ടുള്ള താബിഈങ്ങൾ എങ്ങനെ ഖുർആനെ മനസ്സിലാക്കിയോ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രായോഗിക രൂപം പഠിപ്പിക്കുകയും അത് ഉൾക്കൊണ്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്ത് അത് കൺകുളിർക്ക കണ്ടുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിച്ചിട്ടുള്ള മഹത്തായ ഒരു വിജയമാണ്. ഖുർആൻ ഉൾക്കൊണ്ട ഒരു സമൂഹം എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടുകൊണ്ടാണ് അവിടുന്ന് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്ത ഒരുപാട് നേതാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ ആശയങ്ങള്, സിദ്ധാന്തങ്ങള്, തത്വങ്ങള് എഴുതുകയും പ്രസംഗിക്കുകയും അലമാര നിറക്കാവുന്ന വലിയ വലിയ വാള്യങ്ങളെ ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ കൊണ്ടുവന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ച് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന്നും തത്വങ്ങളായി അലമാരകളിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ അത് മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, ഏതൊരാൾക്കും പ്രാവർത്തികമാക്കാൻ പറ്റിയ തത്വങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഉട്ടോപ്യൻ സങ്കല്പങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വരുമ്പോഴുള്ള സമൂഹത്തിന്റെ ചരിത്രവും വിശുദ്ധ ഖുർആൻ അവിടെയുണ്ടാക്കിയ മാറ്റവും നാം പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അറബ് സമൂഹത്തിന്റെ അവസ്ഥ, വിശ്വാസ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ അവരുടെ അവസ്ഥ, വെറും 23 കൊല്ലം കൊണ്ട് അവരിലുണ്ടായ വിപ്ലവം എന്ന് നമ്മൾ പറയുന്നത് സാധാരണ മാറ്റത്തെ അല്ല, ചടുലമായ പെട്ടെന്നുള്ള ശീഘ്രഗതിയിലുള്ള അതിശയിപ്പിക്കുന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ടുണ്ടായത്. അതുകൊണ്ടാണ് ഖുർആൻ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് ഖുർആനിന്റെ എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, ജാഹിലിയത്ത് മനസ്സിലാക്കാത്തവൻ ഇസ്ലാം മനസ്സിലാകൂലെന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ? അത് വളരെ വാസ്തവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴുള്ള ജാഹിലിയ സമൂഹം, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ജഹൽ എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ്. അജ്ഞത മാത്രമല്ല, അവിവേകം കൂടിയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിവേകത്തോടെ ചിന്തിക്കുന്ന ഒരു കൗമല്ല അത്. ചെയ്തിട്ട് പിന്നെ ചിന്തിക്കുള്ളൂ. പട്ടാണി പറഞ്ഞ മാതിരി മലബാരി ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കും, ഞങ്ങൾ ചെയ്തതിന് ശേഷം ചിന്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടാണി. ഇന്ന് പോലെ ആ രീതിയിലായിരുന്നു അവിവേകത്തോട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ജാഹിലിയ സമൂഹം. വിശ്വാസരംഗത്ത് ഭൂരിഭാഗവും അവിടെ ദൈവവിശ്വാസികളാണെങ്കിലും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അല്ലറ ചില്ലറ നിരീശ്വരവാദി അല്ല യുക്തിവാദി ഒക്കെ ഉണ്ടായില്ല എന്നല്ല പറയുന്നത്. ഭൂരിഭാഗവും ദൈവവിശ്വാസികളാണ്, പക്ഷേ ബഹുദൈവ വിശ്വാസികളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കഅബ, ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്ക് നിലനിൽക്കുന്ന ആ കഅബത്തിന് ചുറ്റും 360ഓളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഭൂരിഭാഗം 98% ആളും വേണമെങ്കിൽ ബിംബാരാധകന്മാരും ബഹുദൈവ വിശ്വാസികളുമാണ്. ഹനീഫി മതക്കാരാണ് ഞങ്ങൾ, ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണെന്ന് പറയുന്ന കുറച്ചു മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ദൈവങ്ങൾ എന്ന പേരിൽ
അല്ലാഹുവല്ലാത്തവർ ആരാധിക്കുന്നവർക്കിടയിൽ ഒറ്റപ്പെട്ട അള്ളാനെ മാത്രം ആരാധിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, അവരാണ് ഹനീഫി മതക്കാർ എന്ന് പറയുന്നത്. ഭൂരിഭാഗവും ബിംബങ്ങൾ ആരാധിക്കുന്ന, ജാറങ്ങളെ ആരാധിക്കുന്ന, വദ്, സുവാ തുടങ്ങിയ ബിംബങ്ങളെ പൂജിക്കുന്ന ആളുകളായിരുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തത്വവുമായി കടന്നു വന്നത്. അവർ നബിയോട് ചോദിച്ചതെന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? ഇലാഹുകളെ എല്ലാം കൂടി മുഹമ്മദ് ഒറ്റ ഇലാഹാക്കിയോ? കാരണം അവരെ വാദം എന്താ? ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ബിംബം അവിടെ ഉണ്ട്, അതൊക്കെ നമ്മളെ ഇലാഹല്ലേ? ലാത്ത മരിച്ചുപോയ ലാത്ത, അദ്ദേഹം നമ്മുടെ ഇലാഹല്ലേ? ഉസ്സ ഇലാഹല്ലേ? എന്നിട്ട് മുഹമ്മദ് പറയുന്നു ഒറ്റ ഇലാഹേ ഉള്ളൂ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ അബൂജഹലും കൂട്ടരും പിന്മാറി നിന്നത്. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ചു പിന്മാറിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവാണ് സത്താവ്, അവനാണ് ഭക്ഷണം നൽകുന്നത്, അവനാണ് നമുക്ക് ഈ ലോകത്ത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇതിലൊന്നും അവർക്ക് തർക്കല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. നിങ്ങളെ പടച്ചത് ആരാണ്? അവർ പറയും അല്ലാഹുവാണ്. പക്ഷേ ആരാധനയുടെ കാര്യം അത് അല്ലാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതല്ല, അതിൽ അല്ലാഹ്ക്ക് ചില പങ്കാളികളുമുണ്ട്. അതായിരുന്നു അവരെ വാദം. ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന് അംഗീകരിച്ചവരാ മക്കക്കാര്. അതേസമയം ശിർക്ക് തെറ്റല്ല എന്ന പോലെ വാദം. അവർ കഅബ തവാഫ് ചെയ്യുമ്പോ തൽബിയത്ത് ചൊല്ലുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞിട്ട് ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരുമില്ല, ഒരു തരം പങ്കുകാരനുണ്ട്. അപ്പൊ അല്ലാഹ്ക്ക് പങ്കുകാരുണ്ട് എന്നാ പോലെ വിശ്വാസം. കണ്ടോ? അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ഒരു പങ്കാളിയെയും കൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചില്ല. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവരൊക്കെ ആരാധിക്കുന്നത്, ഈ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്തയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത് അവരൊക്കെ ലോകത്തിന്റെ സത്താവാണെന്ന് വിചാരിച്ചിട്ടല്ല, അവരൊക്കെ പരമമായ അനുഗ്രഹദാതാവാണ്, സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ചിട്ടല്ല. പിന്നെയോ ഞങ്ങളെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നും നമ്മൾ ആളുകൾ പറയുന്ന അങ്ങനെയല്ല, നമ്മളൊക്കെ പാപികളല്ലേ, ദോഷികളല്ലേ, നമുക്ക് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഈ മഹാന്മാരെ വിളിക്കുന്നത്. 1400 കൊല്ലം അവർ പറഞ്ഞ ന്യായം. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിരിക്കുന്നു. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ബഹുദൈവ വിശ്വാസം അവിടുത്തെ അംഗീകൃത വിശ്വാസമായിരുന്നു. എല്ലാവരും അതിന്റെ ആളുകളാ. മനസ്സിലായില്ലേ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത്. അവരിൽ മിക്ക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ്. നമ്മള് ബദർ പടപ്പാട്ട് പാടി നടക്കുന്ന നമ്മുടെ ഖൗമിനറിയാ അബൂജഹലിന് പടച്ചോനെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അബൂജഹലിന്റെ കാര്യം പറയുമ്പോഴത്തിന് കണ്ടോ, അബൂജഹലിനെ വെള്ള പൂശുന്നു, അബൂജഹലിനെ മാർക്കം കൂട്ടാൻ ശ്രമിക്കുന്നു വഹാബികൾ എന്ന് പറയാണ്. അബൂജഹൽ മാർക്കം കൂടിയിടത്തോളം കൂടി തന്നെ പറയണല്ലോ. അബൂജഹൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നില്ല, പക്ഷെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അതോടൊപ്പം അല്ലാത്തോടും പ്രാർത്ഥിച്ചിരുന്നു. ബദറിന് പോകുമ്പോ കാബയുടെ ഖില്ല പിടിച്ച് പ്രാർത്ഥിച്ചു എന്ന് ബദർ പടപ്പാട്ടിൽ പോലുമുണ്ട്. ഇറയോനെ ഹദൽ ബൈത്തുടെ നയന ഹക്കൊടു ബാത്തില് രണ്ടിൽ ഇടയൈ ഫീരി തരുളിടുനി ഇന്ത ദിനം തനിലെ, കേട്ടില്ലേ? പുറപ്പെട്ട മുജാഹിൽ എന്ന പാട്ടില്. അപ്പൊ പടച്ചോനെ ഹക്കും ബാത്തിലും തമ്മിൽ യുദ്ധം നടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് ആര്? അബൂജഹലാണ്. ഇവിടെ ഹക്കിനെ ജയിപ്പിക്കണം എന്ന് പറയുന്നത് അബൂജഹലാണ്. അപ്പൊ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രമെന്ന തത്വം അവർ അംഗീകരിച്ചില്ല. അതിനുവേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം അവരോട് പോരാടിയത്. അവസാനം അവർക്കത് ബോധ്യപ്പെട്ടു. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാകുന്നു ഇലാഹ് എന്ന തത്വം അവർക്ക് മനസ്സിലായി. ഹിജ്റ 8-ാം വർഷം മക്ക വിജയിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ബിംബങ്ങളെയൊക്കെ തച്ചടച്ച് പുറത്തേക്കറിയ. അപ്പോ ഈ ആയത്തേതാ? ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക, സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബിയുടെ ബിംബം, ഇസ്മായിൽ നബിയുടെ ബിംബം എല്ലാം തകർത്തെറിഞ്ഞ്
കഅബയെ ശുദ്ധീകരിച്ചു. പരിശുദ്ധ ഹജ്ജ് കർമ്മം തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചു. അങ്ങനെ വന്നപ്പോൾ ശിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദിന് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ആളുകൾ എന്തെല്ലാം പീഡനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടായി. ബിലാലിന്റെ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. നെഞ്ചത്ത് കല്ല് വെച്ചിടിച്ചിട്ടും അഹദ് അഹദ്, ഏകൻ ഏകൻ എന്ന തൗഹീദിന്റെ വാക്യം തന്നെ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി. അബൂബക്കർ സിദ്ദീഖ് വന്ന് വാങ്ങി വില കൊടുത്ത് മോചിപ്പിക്കുക ചെയ്തത്. രാജാക്കന്മാരുടെ മുമ്പിൽ തലകുനിച്ചിരുന്ന, രാജാക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിരുന്ന ആളുകള്. പക്ഷെ സഹാബികൾ കിസ്റയാകട്ടെ കൈസറാകട്ടെ ഏത് വലിയ രാജാവാകട്ടെ അവരുടെ മുമ്പിൽ തലകുനിക്കില്ല. രാജസദസ്സിലുള്ളവർ അത്ഭുതപ്പെടുന്നു. ഒരു നാടൻ അറബി വന്ന് ഒട്ടകത്തി അവിടെ ബന്ധിച്ച് നേർക്കുനേരെ രാജാവിന്റെ സദസ്സിലേക്ക് കൂസാതെ കടന്നു പോകുന്നു. നിങ്ങൾ എന്താണ് ഈ പാലിക്കുന്നത്? രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കെ, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കൂ എന്ന് ധീരമായി പറയാൻ അവർക്ക് സാധിച്ചു. തൗഹീദ് അവരിൽ ഉണ്ടാക്കിയ മാറ്റം അതായിരുന്നു. ശിർക്കിനോടുള്ള വിദ്വേഷം. സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും, അബൂബക്കർ സിദ്ദീഖിന്റെയും മകന്റെയും ഒരു ചരിത്രമുണ്ട് അല്ലേ? ബദർ കഴിഞ്ഞിട്ട് മകൻ ബാപ്പാനോട് പറയാണ്, ബാപ്പ പലപ്പോഴും എന്റെ വാളിന് പാകത്തിൽ നിങ്ങൾ വന്നിരുന്നു, ബാപ്പ അല്ലേ എന്ന് വിചാരിച്ചാൽ വിട്ടതാന്ന്. മകൻ പറയാണ്, അല്ല പാപ്പ പറയാണ്, ഒരിക്കൽ പോലും നീ എന്റെ വാളിന്റെ പാകത്തിലൊന്നും വന്നില്ലല്ലോ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്, വന്നാ ഞാൻ വിട്ടുവരുന്നു. കണ്ടോ, അതാണ് ബദർ. ചെറിയ ചെറിയ കൊച്ചു സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തി. അതാണ് ബദർ നൽകുന്ന പാഠം. 313 ആളും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ലധികം വരുന്ന ഖുറൈശികൾ സർവ്വസന്നാഹത്തോടെ വന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ, തൗഹീദ് അവരിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കി. മക്ക വിജയിച്ചതിന് ശേഷം ബിംബങ്ങൾ തകർത്തു. ബിംബങ്ങളെല്ലാം, കാരണം ബിംബാരാധകരെല്ലാരും ഇസ്ലാം മതം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി ആ പ്രതീകം കാണുമ്പോൾ വീണ്ടും അവർക്ക് ഓർമ്മ വരികയാണ്, ഇനി അതിനെ ആരാധിക്കണോ പൂജിക്കണോ? ആ ചിന്ത തന്നെ ഇല്ലാതാക്കാൻ എല്ലാ ബിംബങ്ങളും തകർത്തു, എല്ലാ ജാറങ്ങളും തകർത്തു. അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ശുദ്ധമാക്കി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെ ഒരു മാറ്റം തൗഹീദ് കൊണ്ട് അവർക്കുണ്ടായി. നിർഭയത്വമുണ്ടായി. ജ്യോത്സ്യന്മാരെ പേടിച്ച്, മന്ത്രവാദികളെ പേടിച്ച്, അതുപോലെ തന്നെ പലരെയും പേടിച്ച്, ദാ ഞങ്ങളെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞാൽ അതിന്റെ കുരുത്തക്കെട് തട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷേ യഥാർത്ഥ ഈമാൻ, യഥാർത്ഥ തൗഹീദ് ഉറച്ചപ്പോൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വം, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണ്ടായി. അപ്പൊ ശിർക്കിൽ മുങ്ങിക്കുളിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തെ 23 വർഷത്തെ പ്രബോധനം കൊണ്ട് ശുദ്ധ തൗഹീദിൽ, തൗഹീദിനു വേണ്ടി എന്തും സഹിക്കാൻ പാകമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗത്ത് പരാമർശിക്കുന്ന വിഷയം ഈ തൗഹീദാണ്. മനുഷ്യ ചരിത്രത്തിലുടനീളം അമ്പിയാക്കൾ വന്നപ്പോ ജനങ്ങളോട് ആദ്യം പറയുന്ന വിഷയം യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഖുർആനിലെ പ്രബോധന ചരിത്രം നോക്കുന്നവർക്ക് അതറിയാം. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കൂ, നിങ്ങൾക്ക് അവരല്ലാതെ ഒരു ആരാധ്യനില്ല, ആരാധനക്കർഹരായ ആരുമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നീ അഭയം തേടുക, സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കണം. എല്ലാത്തിലും റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്യുമ്പോ വേറെ ആരോടും ഒരു സഹായവും ചോദിക്കൂല. അള്ളാഹ് അനുവദിച്ച സഹായം തന്നെ ചോദിക്കാൻ അവർക്ക് മടിയാ. ഒക്കെ സ്വന്തം നിലക്ക് ചെയ്യാ. ഒട്ടകപ്പുറത്തുനിന്ന് ചാട്ടുമാറും കൊണ്ട് അതൊന്നും എടുക്കുന്ന് പറയില്ല, ഇറങ്ങി വന്നിട്ട് എടുക്കും. ഒരു സഹായം ആരോടും ചോദിക്കാൻ അത്ര പോലും അവർ ആ കാര്യത്തിൽ ഉന്നതമായ നിലവാരത്തിലേക്ക് പോയി എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. വിശ്വാസരംഗത്ത് ഇസ്ലാം ഉണ്ടാക്കിയ മാറ്റം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ മനസ്സിൽ പതിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം. നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ എന്ന് പറയുന്നത് തന്നെ അല്ലാഹുറം ആരാധിക്കപ്പെടുന്ന മുഴുവൻ ഇലാഹുകളെയും തള്ളിപ്പറയണം. ഒരൊറ്റ ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ.
അപ്പൊ അള്ളാഹുവിന് പുറം ആരാധിക്കപ്പെടുന്ന മുഴുവൻ ശക്തികളെയും വ്യക്തികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമാണ് ഒരാൾക്ക് യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നൽകുന്ന തൗഹീദിന്റെ സന്ദേശം അത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്, അതിന്റെ പരിഭാഷ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ വായിക്കണം, പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, സാമൂഹ്യ രംഗത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം. ഖുർആൻ വരുമ്പോഴുള്ള അറബി സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഗോത്രങ്ങളായി വിഘടിച്ചു നിൽക്കുകയാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ അവിടുത്തെ സാധാരണ സംഭവങ്ങളാണ്. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ശത്രുഗോത്രമായി കാണുകയും ഉമ്മയുടെ മുലപ്പാലിലൂടെ തന്നെ ശത്രുക്കളോടുള്ള വിദ്വേഷം, തന്റെ ശത്രുഗോത്രത്തോടുള്ള പക, അത് തലമുറയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു അറബിക്കുട്ടി അവിടെ വളർന്നു വരുന്നത്. അങ്ങനെ അസബിയ്യത്തുൽ ജാഹിലിയ, ജാഹിലിയ പക്ഷപാതിത്വം അവരെ അങ്ങേയറ്റം ചേരിപ്പോരുകളിലേക്ക് നയിച്ചു. അതാണ് അവിടുത്തെ സാമൂഹ്യ സ്ഥിതിയുടെ പ്രകടമായ ഒരു സംഗതി. മറ്റൊന്ന്, അവിടെ അടിമയും ഉടമയുമുണ്ട്. അടിമകളെ മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുന്ന ഉടമസ്ഥന്മാർ, മനുഷ്യനെ വില കൊടുത്തു വാങ്ങി പോത്തിനെ കൊണ്ടും മൂരിയെ കൊണ്ടും പണിയെടുപ്പിക്കുന്നത് പോലെ പണിയെടുപ്പിക്കുന്ന, മാനുഷികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ. കറുത്തവനും വെളുത്തവനും തമ്മിലും, അറബിയും അനറബിയും തമ്മിലും, ഗോത്രവും ഗോത്രവും തമ്മിലുമുള്ള ചേരിപ്പോരുകൾ, തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ രംഗത്ത് അരക്ഷിതാവസ്ഥയും അരാജകത്വവും നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ഘടനയാണ് അവിടെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിന്റെ സന്ദേശം പഠിപ്പിച്ചു, ഇസ്ലാമിന്റെ സാഹോദര്യം പഠിപ്പിച്ചു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന തത്വം അവരെ പഠിപ്പിച്ചു. അത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്, ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില, പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും ആക്കിയത് എന്തിനാ? ഞാൻ മെച്ചപ്പെട്ടവൻ നീ താഴ്ന്നവൻ എന്ന് പറയാനല്ല, പിന്നെയോ ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാ നിങ്ങളെ വിവിധ ഗ്രൂപ്പുകളും ഗോത്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചത്, അല്ല നിങ്ങൾ ഉച്ചനീചത്വം കാണിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്. ഈ ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ ആ സമൂഹ സൃഷ്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, എവിടെ പേർഷ്യക്കാരനായ സൽമാനും കറുത്തവർഗക്കാരനായ ബിലാലും എല്ലാവരും, വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫും സുഹൈബും പാവപ്പെട്ട സുഹൈബും എല്ലാവരും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒന്നായി ഒരേ സമൂഹമായി പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. കാരണം അത് വിശ്വാസത്തിന്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് വേണ്ടി താൻ എന്തൊന്ന് ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ചു. വിശ്വാസി സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിച്ചതെങ്ങനെ? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കൊരു കെട്ടിടത്തിന് തുല്യമാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ആ കെട്ടിടത്തിന്റെ ഓരോ ഭാഗവും അതിന്റെ മറ്റു ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു. കെട്ടിടം പടുത്തുണ്ടാക്കിയ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചൊരു ചുമരാണെങ്കിൽ അതിൽ ഓരോ ഇഷ്ടികയും മറ്റേ ഇഷ്ടികയുമായി ചേർന്ന് ആ ചുമരിന് ബലം നൽകുകയാണ്. ഇതുപോലെയാകുന്നു എന്ന് പഠിപ്പിച്ചു. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുബിഹിം വതആതുഫിഹിം കമസലിൽ ജസദ്, വിശ്വാസികളുടെ ഉപമ പരസ്പരം കരുണ കാണിക്കുന്നതിലും പരസ്പരം കനിവ് കാണിക്കുന്നതിലും ഒരു ശരീരത്തിന്റെ ഉപമ പോലെയാണ്. ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ എന്താ? മുറി വിരലിന്റെ തലപ്പത്തല്ലേ, വിരലിന്റെ പണിയൊക്കെ ഞാൻ ഉറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് തടിയുടെ മറ്റു ഭാഗങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. കാല് വെച്ച് കുത്തി പഴുത്താൽ തല വരെ അതിന്റെ വേദനയാണ്, ഉറങ്ങാൻ കഴിയില്ല. അതുപോലെയായിരിക്കണം മുസ്ലിം സമൂഹം, വിശ്വാസി സമൂഹം, ഖുർആൻ പഠിച്ച ഖുർആനിന്റെ അനുയായികൾ എന്ന് പഠിപ്പിച്ചു. കണ്ടോ നിങ്ങള്? അതാണ് മാറ്റം. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിരുന്ന, പരസ്പരം പോരടിച്ചിരുന്ന ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹം
മക്കയിൽ നിന്ന് സർവ്വതും ഉപേക്ഷിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ വന്നവർക്ക് അൻസാറുകൾ നൽകിയ സഹായം. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒരാളെ ഞാൻ തൊലാഖ് ചെല്ലാം, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഇതാ മാർക്കറ്റ്, ഇതാ ഇവിടെ എന്റെ കച്ചവടമാണ്, ഇതിൽ പകുതി നിങ്ങൾ കച്ചവടം ചെയ്തോളൂ. എല്ലാം പങ്കുവെക്കാൻ അവർ തയ്യാറായി. ഇസ്ലാമിലെ സ്വത്തവകാശ നിയമം അവതരിക്കുന്നതിന് മുമ്പ് മുഹാജിറും അൻസാറും തമ്മിൽ സ്വത്തവകാശമുണ്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ മറ്റൊന്ന് എന്ത് ചെയ്യും? സ്വത്തവകാശം കിട്ടും. നബി അവരെ പരസ്പരം കൂട്ടിയിണക്കി. ഒരു മുഹാജിറിനെ വിളിക്കും, ഒരു അൻസാറിനെ വിളിക്കും, നീ ഇവന്റെ സഹോദരനാണ്. അതാ നിയമം, ആ സാഹോദര്യം അവർ കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന് അവരുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. അല്ലാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അനുഗ്രഹമാണ്. അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു ഇണക്കി കൊടുത്തു. മുഹമ്മദ് നബിയെ, നിങ്ങൾ ഭൂമുഖത്തുള്ളത് മുഴുവനും ചെലവഴിച്ചാലും അവർ ഹൃദയങ്ങളെ ഇണക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ആ ഹൃദയ ഐക്യം അത് വിശുദ്ധ ഖുർആന്റെ തത്വങ്ങൾ കൊണ്ടുണ്ടായതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹമായിരുന്നു. വിളക്കൂതിയ അതിഥിയെ തീറ്റിയതൊക്കെ നമ്മൾ രോമാഞ്ചത്തോടു കൂടി കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടം നമുക്കുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചരിത്രം ഉരുവിട്ടും ചരിത്രത്തിൽ അഭിമാനം കൊണ്ടും രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ചരിത്രം രചിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? യുദ്ധസമയത്ത് മരിക്കാൻ കിടക്കുമ്പോ വെള്ളമായി വരുമ്പോ എനിക്ക് വേണ്ട അപ്പുറത്തോന് കൊടുക്കൂ എന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയത് എന്തുകൊണ്ടായിരുന്നു? വിശുദ്ധ ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ മാറ്റം, ശരിയായ വിശ്വാസം, അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഉണ്ടായ വിശ്വാസം അതവരെ മാറ്റി എന്നതാണ്. സാമൂഹ്യ രംഗത്ത് അങ്ങേയറ്റത്തെ സേവനങ്ങൾ ചെയ്യാൻ ഇസ്ലാം അവരെ പഠിപ്പിച്ചു. യതീമുകളെ പറ്റി പഠിപ്പിച്ചു. അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ. 2 വിരലുകൾ അടുപ്പിച്ചു പിടിച്ച് ഞാനും യതീമിനെ സംരക്ഷിക്കുന്നതും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കും എന്ന് പഠിപ്പിച്ചു. വിധവകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ചു. മാത്രല്ല, പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ദരിദ്രന്മാർക്കും വേണ്ടി സക്കാത്ത്, സദഖ പോലെയുള്ള അതൊക്കെ മനുഷ്യന്റെ കടമയാണെന്ന് പഠിപ്പിച്ചു. അയൽവാസി വിശന്നിരിക്കുമ്പോ വയറു നിറക്കുന്നവൻ മുഅ്മിനല്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെ സാമൂഹ്യ രംഗത്ത് പരസ്പര സ്നേഹവും അതോടൊപ്പം പരസ്പര ബാധ്യതകളും ചുമതലകളും ഏൽപ്പിച്ചു. സമൂഹത്തിൽ ആരും കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ പാടില്ല. അങ്ങനെയുള്ള പരസ്പര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ഘടനയുണ്ടാക്കി. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ അഹ്മറ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ. കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ ആർക്കും ആരെക്കാളുമോ ഒരു ശ്രേഷ്ഠതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ എന്ന തത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. ഇടയ്ക്ക് പഴയ ജാഹിലിയത്ത് പൊങ്ങി വരുമ്പോ വളരെ നേരം നബി അതിനെ കർശനമായി നേരിട്ടു. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു ആക്ഷേപിച്ചപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു നബി വിളിച്ചു, നീ ബിലാലിനെ എന്താ വിളിച്ച്? കറുത്തവള പുത്ര. നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന കംബ്റുൻ ഫീക ജാഹിലിയ, നിന്റെ ജാഹിലിയത്ത് മുഴുവൻ അങ്ങ് നീങ്ങിയിട്ടില്ലല്ലേ അബൂദറെ. ഇഖ്വാനുക്കും, അവർ നിങ്ങളെ സഹോദരങ്ങളാണ്. ഖവലുക്കും, അവർ നിങ്ങളെ സേവകന്മാരാണ്. ജഅലഹുല്ലാഹു തഹത ഐദീക്കും, അല്ലാഹു നിങ്ങളെ കീഴിൽ അവരാക്കി തന്നതാണ്. ഫമൻ കാന അഖൂഹു തഹത യദിഹി ഫല്യുകിൽ മിമ്മാ യതഅം ഫല്യുതഇം മിമ്മാ യതഅം. നിങ്ങളെ കീഴിൽ വേറെ അടിമയുണ്ടെങ്കിൽ അവൻ തിന്നുന്നതിൽ നിന്ന് അവന് തിന്നാൻ കൊടുക്കട്ടെ. വൽയുൽബിസ് മിമ്മാ യൽബസ്, അവൻ ഉടുക്കുന്നവൻ ഉടുക്കാൻ കൊടുക്കട്ടെ. വലാ തുകല്ലിഫുഹും ബിമാ യഗ്ലിബുഹും, അവർക്ക് കഴിയാത്ത പണികൾ അവരെ നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിക്കരുത്. ഫൈൻ കല്ലഫ്തുമുഹും വൈനും, അങ്ങനെ നിങ്ങൾ ചെയ്യിക്കാനെങ്കിൽ നിങ്ങളും കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. കണ്ടോ, അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമായി പ്രഖ്യാപിച്ചു. പല പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമായി പ്രഖ്യാപിച്ചു. മനുഷ്യനെ വാങ്ങുന്നതും വിൽക്കുന്നതും നിരോധിച്ചു. അങ്ങനെ പലവിധ മാറ്റങ്ങളിലൂടെ അടിമകൾ തന്നെ സമൂഹത്തിൽ ഇല്ലാതാക്കുന്ന സമ്പ്രദായമായി അതിനെ മുസഹാബികൾ കണ്ടു. അടിമത്തമോചനം വലിയ പുണ്യമായി അവർ ഏറ്റെടുത്തു. അങ്ങനെ സാമൂഹ്യ രംഗത്ത് വമ്പിച്ച മാറ്റമുണ്ടായി. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരസ്പര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം. കാരണം ഇന്ന അംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും, ഇന്ന ദിമാഅക്കും, നിങ്ങളെ ചോര, നിങ്ങളെ ശരീരം, നിങ്ങളെ അഭിമാനം, ഇതെല്ലാം പരസ്പരം പവിത്രമാണ് എന്ന് പഠിപ്പിച്ചു.
പരസ്പര ബഹുമാനത്തിന്റെ ഒരുപാട് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ വമ്പിച്ച മാറ്റം വിശുദ്ധ ഖുർആൻ സാമൂഹ്യ രംഗത്തുണ്ടാക്കി. പിന്നെ മദ്യവും ചൂതാട്ടവും എന്ന് തുടങ്ങി ഒരുപാട് ധാർമ്മിക രംഗത്ത് ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി നാം ജീക്കി വെക്കേണ്ടി വരും. വ്യഭിചാരശാലകൾ മക്കയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വേശ്യയുണ്ടെന്നറിയാൻ ഓരോ വേശ്യാലയത്തിനു മുൻപും കൊടികൾ നാട്ടിയിരുന്നു. സ്വന്തം ഭാര്യമാരെ ചിലർ പ്രമുഖന്മാർക്ക് വിട്ടുകൊടുക്കും, നല്ല കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ തന്നെ വേശ്യകളായ പെണ്ണുങ്ങളെടുക്കൽ ഏതെങ്കിലും ഒരു വേശ്യപ്പെണ്ണ് ഗർഭം ധരിച്ചാൽ, കുട്ടി ജനിച്ചാൽ അവളെ സമീപിച്ചവരെയൊക്കെ വിളിച്ചു വരുത്തി കാൽപാദം നോക്കിയിട്ട് ഇന്ന ആളെ കുട്ടിയെന്ന് തീരുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നത് അവിടുത്തെ ഒരു അംഗീകൃത സമ്പ്രദായമായിരുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഒരാൾ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് സ്വീകാര്യ, പക്ഷെ വ്യഭിചരിക്കരുതെന്ന് മാത്രം എന്നോട് പറയരുത്. അത്ര മാത്രം വ്യഭിചാരമുണ്ടായിരുന്ന ഒരു നാട്. എന്നാൽ നോക്കൂ നിങ്ങൾ, അവസാനം എന്തായി? മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമുക്കൊക്കെ അത് പറയാനുള്ള അർഹത ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയാം, എന്നെ ശുദ്ധീകരിക്കൂ. എന്താ ശുദ്ധീകരണം? എറിഞ്ഞണ് കൊല്ല. എന്നാണ് അവസാനം റസൂൽ ഇയാൾക്ക് എന്താ, ഇയാൾക്ക് കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നബി ഇങ്ങോട്ട് തിരിഞ്ഞു. കാരണം നബിക്കത് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കാത്തിക്കല്ല, നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. അവസാനം അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നു. കണ്ടോ? എന്നാ നബി ചോദിച്ചോ, എന്തായാലും ഇതിന്റെ ഒരു പെണ്ണുണ്ടാവും അപ്പുറത്ത്. കുറെ കഴിഞ്ഞപ്പോ പെണ്ണ് വരുന്നു. കണ്ടോ? ഇതെന്തൊരു മാറ്റാണ്. അപ്പൊ അവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. വ്യഭിചാരം ചെയ്തു പോയിട്ട് അവർക്ക് ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല, കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല. ആ രീതിയിൽ ധാർമ്മിക രംഗത്ത് മാറ്റമുണ്ടായി. മദ്യം നിരോധിച്ചപ്പോഴുണ്ടായ സംഭവമൊക്കെ ഏത് സമുദായത്തിനാ പറയാൻ കഴിയുക? വീപ്പുകൾ കണക്കിന്, ഗാലൻ കണക്കിന് കള്ളുകൾ ശേഖരിച്ചു വെച്ച സ്ഥലത്താണ് കള്ള് നിരോധിച്ചു എന്ന് ഒരാളിങ്ങനെ മദീന തെരുവോരങ്ങൾ വിളിച്ചു പറയാ. പട്ടാളത്തെ ഉപയോഗിച്ച് കള്ള് ഷാപ്പുകൾ സീൽ ചെയ്ത് അബുക്കാരിനടുത്ത് നേരെ ജയിലിൽ കൊണ്ടാക്കി. അങ്ങനെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് നടപ്പിലാക്കിയതല്ല മദ്യനിരോധനം. പിന്നെയോ എന്തൊരു ശബ്ദം കേൾക്കുന്നു, മുഹമ്മദ് നബി കള്ള് വിരോധിച്ചത്രേ. എടുക്കട കോടാലി ഒറ്റി പൊളിക്കുന്നു, കള്ളുകൾ ഒഴുക്കുന്നു. സ്റ്റോക്ക് തീരുന്നത് വരെ ഒന്ന് അനുവദിക്കണം, ഉള്ളത് വിറ്റ് തീർന്നോട്ടെ. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, തൊഴിൽ നൽകുക. സമരം ഉണ്ടായി? എവിടെ ഉണ്ടായില്ല. എല്ലാരും മാത്രല്ല, പിന്നെ അവർക്ക് സംശയം എന്താണെന്നറിയോ? ഈ കള്ളിങ്ങനെ ഒഴുകിയിട്ടേ അവിടെയൊക്കെ നനവില് പുതില് പിന്നെ ചെടികളുണ്ടായി, പുല്ലുണ്ടായി. അപ്പൊ എന്നിട്ട് സംശയം, ഈ പുല്ല് തിന്ന പശുവിന്റെ പാൽ കുടിക്കാൻ പറ്റുമോ? മരിക്കുകയാണെങ്കിൽ ഈ മുന്തിരിവള്ളിന്റെ ചോട്ടിലിന്റെ മറവ് ചെയ്യണമെന്ന് ഒസിയത്ത് ചെയ്യുന്ന മനുഷ്യന്മാരാണിത്. അവർക്കുണ്ടായ മാറ്റാത്. കള്ള് ഒലിച്ചു പോയോടത്ത് മുളച്ച പുല്ല് തിന്ന പശുവിന്റെ പാല്, അതും കള്ളുമായിട്ടുള്ള ബന്ധത്ര വിദൂര നോക്കി. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ അവരെ മാറ്റുണ്ടാക്കി, അവരെ മനസ്സിൽ അട്ടിമറിച്ചിട്ടു. ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇന്ദഹൈന, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഒരധികാരം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ അവരിലുണ്ടാക്കിയ മാറ്റാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂൽ ആദ്യം തന്നെ വന്നിട്ട് മദ്യം പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഒരുപാട് ആൾ ഇസ്ലാമിലേക്ക് തന്നെ വരൂല. അപ്പൊ വിശ്വാസ രംഗത്ത് മാറ്റമുണ്ടാക്കിയതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങളിലേക്ക് നീങ്ങിയത്. അങ്ങനെ വിശ്വാസമാണ് മനുഷ്യനെ മാറ്റിയെടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രബോധന രംഗത്ത് വിശ്വാസ സംസ്കരണത്തിന് നാം ഊന്നൽ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. മദ്യം നിരോധിച്ചുവെന്ന് കേട്ടപ്പോ വായിൽ കൈയിട്ട് ഛർദിക്കാണ്. വന്നിട്ട് ചോദിക്കാണ്, നബിയെ കുറെ ആള് കുടിച്ച് മരിച്ചുപോയിണ്ടല്ലോ, ഓരോ സ്ഥിതി എന്താ? അപ്പൊ അള്ളാഹ് ആയത്തിറക്കാണ്, നിരോധം വരുന്നതിന് മുമ്പ് കുടിച്ചൊരു കുഴപ്പമില്ല. കണ്ടോ ആ മാറ്റം? ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവിടെ കാലങ്ങളായി അരക്കിട്ടുറപ്പിക്കപ്പെട്ട ഒരുപാട് ദുരാചാരങ്ങളെ ഇല്ലാതാക്കി. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചുമൂടുന്ന കൗമ ഉണ്ടായിരുന്നത് അല്ലേ? വൈദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ട അവന്റെ മുഖം കറുത്തിരുണ്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപമാനം സഹിച്ച് ഈ കുട്ടിനെ വെച്ചോണ്ടിരിക്കണോ, കൊന്നുകളയണോ? അങ്ങനത്തെ അടുത്ത് ഇസ്ലാം വന്നിട്ട് പറഞ്ഞതെന്താ?
2 പെൺകുട്ടികളെ മൻ ആല ജാരിയത്തൈനി ഹത്താ തബ്ലുഗ, പ്രായപൂർത്തിയാകുന്നവരെ നല്ല നിലക്ക് വളർത്തിയാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് ഇവർക്ക് മറയായിരിക്കും. പെൺകുട്ടികളെ വന്നതിന് പുണ്യം പ്രഖ്യാപിച്ചു. കണ്ടോ, പെൺകുട്ടികൾക്ക് സ്വത്തവകാശം നൽകി. ബഹുഭാര്യത്വം, അനിയന്ത്രിതമായ ബഹുഭാര്യത്വം, എത്ര വേണമെങ്കിലും കെട്ടാം, എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാം. അത് നിയന്ത്രിച്ചു. ബഹുഭാര്യത്വം 4ൽ പരിമിതപ്പെടുത്തി. കണ്ടോ, ത്വലാഖ് അത് തിരിച്ചെടുക്കാവുന്ന തലാഖ് 2 മാത്രമാക്കി. ഭർത്താവ് മരിച്ച 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഇദ്ദ അത് 4 മാസം 10 ദിവസമാക്കി. അത് തന്നെ പ്രത്യേക കൂടാരം കെട്ടി മുഷിഞ്ഞ വേഷത്തിൽ പുറത്തുപോയി വളരെ നീചമായ ആചാരങ്ങളോട് കൂടിയെന്ന് അതെല്ലാം ഒഴിവാക്കി. അവർ മാന്യമായ രൂപത്തിൽ ദുഃഖം ആചരിക്കണം എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങള്. പലിശ എമ്പാടും ഉണ്ടായിരുന്നു. അവിടെ ചൂതാട്ടം അവിടുത്തെ അംഗീകൃത സമ്പ്രദായമായിരുന്നു. ഇസ്ലാം മാറ്റം വരുത്തിയില്ലേ? ലാ തൗക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായി പരസ്പരം നിങ്ങളുടെ സമ്പത്ത് തിന്നരുത് എന്ന പ്രഖ്യാപനം. ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിത്വീബി നഫ്സിഹി, ഒരു മനുഷ്യന്റെ മനപ്പൊരുത്തത്തോടു കൂടിയല്ലാതെ അയാൾ ഒരു പൈസ ഉപയോഗിക്കൽ ഹലാലല്ല എന്ന തത്വം അവർ പഠിച്ചപ്പോ ഒരു മോഷണവുമില്ലാത്ത, ഒരു ചൂഷണവുമില്ലാത്ത മാറ്റങ്ങൾ അവിടെ ഉണ്ടായി. അന്യായമായ സമ്പാദ്യമാർഗങ്ങൾ മുഴുവനും നിരോധിക്കുകയും ദാനധർമ്മങ്ങൾക്ക് 700 ഇരട്ടി വരെ പ്രതിഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് ധർമ്മം കൊണ്ടുവന്നിട്ട് റസൂല് ചോദിക്കാൻ, എന്താ അബൂബക്കറെ ബാക്കിയുള്ളത് വീട്ടില്? ഇനി അള്ളി റസൂലും ബാക്കിയുണ്ട്. ഒന്നുമില്ലാന്ന് പറയണീന് പറഞ്ഞ് ഉപയോഗിച്ച വാക്കാത്. കണ്ടങ്ങള്, ഒന്നുമില്ല, അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഭരണരംഗത്തുണ്ടായ മാറ്റം, ഉമർ ഖത്താബിന്റെ ഒക്കെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായെങ്കിൽ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ സമൂഹത്തെ ആമൂലാഗ്രം പരിവർത്തിപ്പിച്ചു. അതും വെറും 23 കൊല്ലം കൊണ്ട്. ഖുർആൻ അവരെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിച്ചു. കാരണം വിശ്വാസമായിരുന്നു, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം. ഈ ദുനിയാവിൽ എല്ലാത്തിനേക്കാളും ആഖിറത്തിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. ഇന്ന് ജാഹിലിയത്തിന്റെ മുഴുവൻ ജീർണതകളും പുതിയ രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം നാം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് പുരോഗമിച്ച കാലം, മനുഷ്യൻ അങ്ങേയറ്റം പുരോഗമിച്ച കാലത്തും വർണ്ണവിവേചനവും ദേശീയതയുടെ പേരിലുള്ള ചേരിപ്പോരുകളും ജാതീയതയും മദ്യവും മയക്കുമരുന്നും സ്ത്രീപീഡനവും ലൈംഗിക രാജകത്വവും പലിശയും ചൂതാട്ടവും ഭാഗ്യക്കുറിയും എന്ന് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ജാഹിലിയത്തിലുണ്ടായിരുന്നു. അതിന്റെയൊക്കെ നവീനമായ രൂപങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവരെ മാറ്റിയെടുക്കാൻ ഒരേ ഒരു മാർഗം അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, അവരെ വിശുദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ഖൗമിനെ ഇവിടെ വളർത്തിയെടുക്കുക. ആ വിശ്വാസത്തിന് മാത്രമേ ഇവിടെ ആളുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാകട്ടെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഈ സന്ദേശം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എക്സിബിഷനിലൂടെ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് അതാണ്. സുഹൃത്തുക്കളെ, നാം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും തൗഹീദിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുമ്പോ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഒരു പുച്ഛമാണ്. ഓ, ജിന്നിന്റെ ആളുകള്, ജിന്നിനെ വിളിച്ച് തേടുന്നവര് അല്ലേ? നമ്മുടെ അബ്ദുള്ള കോയ മദനി സത്യധാരക്ക് കൊടുത്ത അഭിമുഖം, ഈ കെ സുന്നികൾ അഭിമുഖം കൊടുത്തിരിക്കുക എന്താ? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, അത് ശിർക്കല്ലെന്ന് പറയുന്ന ഒരു കൂട്ടർ ഉണ്ടായി. അത് ഹറാമോ വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു CD ടവറിൽ മൂപ്പര് പ്രസംഗിച്ചപ്പോ പറ്റിയ നാക്കപ്പഴയാണ്. അല്ല, ബോധപൂർവ്വം മൂപ്പര് പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പോ അങ്ങനത്തെ ഒരു വാദമുള്ള ആരും ഇവിടെ ഇല്ല. എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ മുജാഹിദുകളല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു, ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആദ്യകാലത്ത് പറഞ്ഞ തൗഹീദ് എന്തോ അതിനൊരു മാറ്റമില്ല. KM മൗലവി മുതൽക്ക് KP മുഹമ്മദ് മൗലവി വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച തൗഹീദ് ഏതോ അതിൽ യാതൊരു മാറ്റമില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നതിൽ ഒരു മാറ്റമല്ല. വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ കുളത്തിലോ പുഴയിലോ കരയിലോ നാട്ടിലോ എവിടെയും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്ന തൗഹീദിൽ മുജാഹിദുകളിൽ ആർക്കും മാറ്റമുണ്ടായിട്ടില്ല. പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ ചേരിതിരിക്കുകയാണ്. ജനങ്ങളെ ചേരിതിരിച്ച് സംഘടനയും സ്ഥാനമാനങ്ങളും നേടണം. ചേരിതിരിക്കാൻ നല്ല മാർഗം എന്താ? തൗഹീദും ശിർക്കും പറയാ. ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഇവർ ശിർക്കിലേക്ക് പോയി. ഇപ്പൊ പല ഭാഗത്തും പലരും പറയുമ്പോൾ ആളുകൾ വിചാരിക്കും സത്യമാണ്. പക്ഷേ മുജാഹിദ് സമൂഹം അങ്ങനെ അന്ധമായി അനുകരിക്കുന്നവരല്ല. പഠിച്ചും അന്വേഷിച്ചും മനസ്സിലാക്കിയും നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പറ്റിയാ പറയുന്നത്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ ഞങ്ങളത് എഴുതും, പ്രസംഗിക്കും, അതിനുവേണ്ടി വാദിക്കും. 3 വക്ത് നിസ്കാരാന്നാണ് ചേകനൂരിന്റെ വാദം. എന്താ തെളിവ്? അയാൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, വാദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജിന്നിനെ വിളിച്ച് സഹായം തേടാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണ്, അത് കുഴപ്പമില്ല, ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഞങ്ങൾ നിഷേധിച്ചിട്ടും ഇല്ല, നിങ്ങൾ അതിന്റെ ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാണ്. അങ്ങനെ ആരോപിച്ചാൽ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, രണ്ടിലൊരാൾ ശിർക്കിലായി. നമ്മൾ ശിർക്കില്ലെങ്കിൽ പറഞ്ഞു ശിർക്കിലായി. അത്ര ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന തൗഹീദ് എന്തോ അത് ലോകത്തുടനീളമുള്ള സലഫികൾ എങ്ങനെ ഉൾക്കൊണ്ടുവോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കഴിഞ്ഞ തലമുറകളിലൊക്കെ ഈ തൗഹീദിനെ എങ്ങനെ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തോ, മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എത്തിച്ചു കൊടുത്തോ, അത് കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹി അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് ഈ ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഹിദായത്തിനെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുള്ളത്. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, എന്നാൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തവർക്ക്, പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അഅതദ്നാ ലഹും അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അല്ലാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എക്സിബിഷൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും ഒരു പുതിയ അനുഭവവും നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ വഴിത്തിരിവുമായി മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പരിശ്രമിക്കണമെന്നും പ്ലാനിട്ട് പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന, ഇതിനുവേണ്ടി ഉറക്കമൊഴിയുന്ന, ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ ISMന്റെയും KNMന്റെയും MSMന്റെയും MGMന്റെയും ഒക്കെ പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ